ഈ അടുത്തിടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു എൻറ്റിറ്റി ആണല്ലോ ഈ LLP എന്ന് പറഞ്ഞാൽ. LLP എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതിപ്പം കമ്പയർഡ് ടു പാർട്ണർഷിപ്പ് ഫേം എന്താണ് ഡിഫറൻസ്, പിന്നെ LLPയുടെ ഇപ്പം ഓണർഷിപ്പ് ട്രാൻസ്ഫർ നമുക്ക് അലൗഡ് ആണോ, അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ്, ആനുവലി വരുന്ന കംപ്ലൈൻസസ് എങ്ങനെയൊക്കെയാണ്, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ LLPയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അത് പാർട്ണർഷിപ്പിൻ്റെ ഒരു ഗ്ലോറിഫൈഡ് വെർഷൻ എന്ന് നമുക്ക് പറയാം. അതായത് പാർട്ണർഷിപ്പിന് നമ്മൾ കുറച്ച് പോരായ്മകൾ പറഞ്ഞു. ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്, അതായത് ആ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി ആണെങ്കിലും പൈസ കൊണ്ടുവന്ന് ഈ അവരുടെ ലയബിലിറ്റീസ് ഫേമിൻ്റെ ലയബിലിറ്റീസ് സെറ്റിൽ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതിന് ഒരു വ്യത്യസ്തമായിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റാണ് LLP എന്ന് പറയുന്നത്. ഈ LLP വരുന്നതെന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിലാണ് ഈ LLP ഫോർമേഷനും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇനി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നോക്കുകയാണെങ്കിൽ അതിന് കുറച്ച് കംപ്ലയൻസുകൾ കൂടുതലായിരിക്കും, അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എല്ലാം കുറച്ച് കൂടുതലായിരിക്കും. അപ്പം ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെയും ഒരു പാർട്ണർഷിപ്പിൻ്റെയും ഇടയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സംരംഭം, ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് ഈ LLP അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്.